ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിബ്ലിങ്സ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത്? ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എന്നിട്ട് കുറച്ച് ഉപ്പ്, എന്നിട്ട് ചിക്കൻ മസാല, പെരുംജീരകം, ഗരം മസാല എന്നിവ ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലയെല്ലാം അതിൽ പിടിക്കാനായി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കാം. ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ചിക്കൻ എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ എല്ലാം വറക്കാനായി നമ്മൾ തവയിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്നത് ചൂടായി വരുമ്പോൾ അത് മൂടി വെച്ച് അടച്ചു വെക്കുക കുറച്ച് സമയത്തേക്ക്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ ചിക്കൻ തുറന്ന് നോക്കുമ്പോൾ അതിൽ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിരിക്കുന്നത് കാണാം. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കുക. ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊത്തു പൊറോട്ടയ്ക്കായിട്ടുള്ള മസാല റെഡിയാക്കാം. ആദ്യം നമ്മളൊരു തവയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മുടെ ഈ മസാല മൂടി വെച്ച് കുറച്ച് സമയം അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ തവയിലിരിക്കുന്ന ചിക്കനിലേക്ക് നോക്കാം. ചിക്കൻ എന്നിട്ടൊന്ന് തിരിച്ചിടുക. ചിക്കന് നന്നായി വെള്ളം വന്നിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലാക്കി ചിക്കൻ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മളെ ഉള്ളി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മുടെ ഉള്ളിയിലേക്ക് പോയിട്ട് ഉള്ളിയിൽ കുറച്ച് കരിവേപ്പില ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ മൂത്ത് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളിയിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ടത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തുറന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം വേറൊരു തവയെടുത്ത് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഉള്ളിയുടെ പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ടുള്ള മുട്ട പൊട്ടിക്കുക. ഞങ്ങളിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലോ കുറവോ ആക്കാം. മുട്ടയെല്ലാം പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ തവയിൽ വെച്ചിരിക്കുന്ന ഉള്ളി മസാലയിലേക്ക് മുട്ടയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ പൊറോട്ട എടുത്ത് കുറച്ച് ചെറിയ പീസായിട്ട് പിച്ച് കീറുക. എന്നിട്ട് നമ്മളിവിടെ ചെയ്തു വെച്ച ഉള്ളിയും മുട്ടയും കൂടി ചെയ്തു വെച്ച് ഇതിനകത്തേക്ക് നമ്മുടെ ഈ പൊറോട്ടയിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഇളക്കി മിക്സ് ആക്കിയതിനു ശേഷം അതിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ കൊത്തു പൊറോട്ടയിലേക്ക് കുറച്ച് ചിക്കൻ ചാറുണ്ടെങ്കിൽ ആ ചിക്കൻ ചാറും കൂടി ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ ദൈവമേ
അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൂടെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യണേ.